ബുദ്ധിമുട്ടായിരുന്നു. അമ്മച്ചിയുടെ ബോഡിയൊക്കെ ഭയങ്കര വീക്കായി, അമ്മച്ചിക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു, പൊട്ടാസ്യം കുറഞ്ഞു, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായി. ഞാൻ എന്നാലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗം കൊണ്ട് തന്നെ അമ്മച്ചിക്ക് ഓക്സിജൻ ലെവലൊക്കെ കറക്റ്റായി അങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് കാലിന് അമ്മച്ചി 1 മാസം ഫുള്ളായിട്ട് കിടപ്പായിരുന്നു. അപ്പോൾ കാലിൽ ബ്ലഡ് ക്ലോട്ടായി, വേദനയായി, നീരൊക്കെ വന്നു, ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ടൊന്നും നീര് മാറുന്നുണ്ടായില്ല. അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നീര് പറ്റി വേദന കുറഞ്ഞു. അതുപോലെ ഞാൻ അപ്പോൾ 1 മാസത്തോളം അമ്മച്ചി കിടപ്പായതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയെ അമ്മച്ചി ഒന്ന് എഴുന്നേറ്റിരുന്നാൽ മതി, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം പരിശുദ്ധ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അത്ഭുതകരമായിട്ട് ഒരാഴ്ചത്തേക്കുള്ളിൽ തന്നെ അമ്മച്ചി എഴുന്നേറ്റ് നടന്നു. എല്ലാവർക്കും അത്ഭുതമായി.